Download now. CC Learning app. ഹായ് ആൾ, വെൽക്കം ടു CC. എൻ്റെ പേര് കൈലാസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് KSEB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂൺ 3 വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. 985 വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ KSEB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടോപ്പിക് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ആണ്. അതിന്റെ പ്രത്യേകത എന്താ? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിലാണ്. നമുക്കറിയാം, കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ? കറണ്ടിനെ മാക്സിമം പാസ് ചെയ്യിക്കുന്നതാണ് കണ്ടക്ടേഴ്സ്. ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ? കറണ്ടിനെ ഒരു കാരണവശാലും പാസ് ചെയ്യിക്കാത്തതാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതിൻ്റെ കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ഇടയിലാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കിയേ, എക്സാമ്പിൾസ് എന്തൊക്കെയാ? സിലിക്കണും ജെർമേനിയുമാണ് മോസ്റ്റ് ഫേമസ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സിൻ്റെ. അപ്പോൾ നമുക്കൊരു ഫീച്ചേഴ്സ് നോക്കാം. ലോ ടെമ്പറേച്ചറിൽ ഈ സെമി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. എന്താണ്? ലോ ടെമ്പറേച്ചറിൽ സെമി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ ഹയർ ടെമ്പറേച്ചറിൽ ഇത് കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും ഹൈ ടെമ്പറേച്ചറിൽ. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സിലെ മെയിൻ കമ്പോണൻ്റ് ആണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡയോഡ്സിലും ട്രാൻസിസ്റ്റേഴ്സിലും IC സോളാർ സെൽസിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു അവിഭാജ്യ ഘടകമാണ് എന്ത്? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയാൽ നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 2 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം പഠിക്കാനുള്ളത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, പ്യുവർ സെമി കണ്ടക്ടേഴ്സിന്റെ വേറൊരു പേരാണ് എന്ത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പ്രത്യേകത നോക്കാം. എ പ്യുവർ സെമി കണ്ടക്ടർ വിത്തൗട്ട് എനി ഇംപ്യൂരിറ്റി ആഡഡ്. ഒരു ഇംപ്യൂരിറ്റീസും ആഡ് ചെയ്യാതെയുള്ള സെമി കണ്ടക്ടേഴ്സ് ആണ് എന്ത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് ഒരു പേരുണ്ട്. അത് നമ്മൾ ഡോപ്പിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് അല്ല. ഇതിന് എക്സാമ്പിൾ എന്താ? പ്യുവർ സിലിക്കണും പ്യുവർ ജെർമേനിയും ആണ് ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും എന്താണ്? സെയിം ആണ്. നമുക്കറിയാം, ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എന്താണ്? നെഗറ്റീവ് ചാർജ് ഉള്ള ആറ്റത്തിലുള്ള ഒരു കണികയാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അതേപോലെ ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഒരു ഇലക്ട്രോൺ വേക്കൻ്റ് ആയിട്ടുള്ളത്, എവിടെയാണോ ഇലക്ട്രോൺ വേക്കൻ്റ് ആയിട്ടുള്ളത് അതിനെ വിളിക്കുന്നതാണ് ഹോൾസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം എന്താ? നെഗറ്റീവ് ആണ്. അതേസമയം ഹോൾസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇലക്ട്രോണിക് ചാർജ് നെഗറ്റീവും ഹോൾസിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. നോക്കിയേ, ഇവിടെ ആണെങ്കിൽ +4 നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സിന്റെ വാലൻസി, അതായത് സെമി കണ്ടക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടേഴ്സിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ +4 ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇലക്ട്രോൺസും ഹോൾസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. +4 ന്യൂക്ലിയസ് പ്ലസ് ഈ ഇന്റേണൽ ഇലക്ട്രോൺസ് ആണ് അകത്തുള്ളത്. ഈ ബ്ലാക്ക് ഡോട്ട്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് വാലൻസ് ഇലക്ട്രോൺസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഹോൾസ് ഇലക്ട്രോൺസ് എല്ലാം തുല്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആണല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താ? അവിടെ ഡോപ്പിംഗ് ഇല്ല, ഇംപ്യൂരിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, എ സെമി കണ്ടക്ടർ ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ഇംപ്യൂരിറ്റീസ് ടു ഇംപ്രൂവ് ദ കണ്ടക്ടിവിറ്റി. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ട് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരെന്താ? ഡോപ്പിംഗ്. ഇങ്ങനെ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കണ്ടക്ടിവിറ്റി കൂട്ടിയ സെമി കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ P ടൈപ്പ് സെമി കണ്ടക്ടറും രണ്ടാമത്തേത് N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിഗർ നോക്കിയാൽ ഇവിടെ എന്തുണ്ട്? ഡോണർ ആറ്റംസും ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺസും ഉണ്ട് അല്ലേ. ഫ്രീ ഇലക്ട്രോൺസും ഡോണർ ആറ്റംസും ഉണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഇലക്ട്രോൺസിൻ്റെയും
ഹോൾസിൻ്റെയും എണ്ണം തുല്യമല്ല. ഇവിടെ നമ്മൾ ഡോപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, രണ്ട് നമ്പറാണ്. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്, പി ടൈപ്പ് അല്ലേ. എക്സ്റ്റൻസിലെ ഫസ്റ്റ് ടൈപ്പാണ് എന്ത്, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ പി ടൈപ്പിൽ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളുക, അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. എന്ന് വെച്ചാൽ എന്താ, വാലൻസി 3 ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ ഡോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നോക്കിയേ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ട്രൈവാലന്റ് അല്ലെങ്കിൽ വാലൻസി 3 ആയിട്ടുള്ള കുറച്ച് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ബോറോൺ, അലൂമിനിയം, ഗാലിയം. ബോറോൺ, അലൂമിനിയം, ഗാലിയമാണ് നമ്മൾ ഈ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ട് നമ്മൾ പി ടൈപ്പിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ബേസിക് വർക്കിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താ, ഹാസ് ഓൺലി 3 വാലൻസ് ഇലക്ട്രോൺസ്. ട്രൈവാലന്റ് എന്ന് വെച്ചാൽ 3 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇനി 1 ഇലക്ട്രോൺ ബിക്കം ഇൻസഫിഷ്യൻറ്റ് ഫോർ ബോണ്ടിങ്. നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സിന്റെ വാലൻസി എത്രയാ, 4 അല്ലേ. അപ്പം 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഈ 4 ഇലക്ട്രോൺസിൽ 3 ഇലക്ട്രോൺസ് എവിടെ നിന്ന് വരുന്നത്, ഈ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിക്കകത്തുള്ള 3 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു 4 എണ്ണത്തിൽ 3 എണ്ണമായിട്ട് അങ്ങ് ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താ ഉള്ളത്, എക്സസ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, 1 ഇലക്ട്രോൺ ബിക്കം ഇൻസഫിഷ്യൻറ്റ് ഫോർ ബോണ്ടിങ്. അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രോൺ എന്താണ്, ബോണ്ടിങ്ങിനായിട്ട് അവിടെ ഇൻസഫിഷ്യൻ്റ് ആണല്ലേ. അപ്പോൾ നോക്കിയേ, എ വേക്കൻസി കോൾഡ് ഹോൾ ഈസ് ഫോംഡ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ 4 ഇലക്ട്രോണിനകത്ത് 3 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ബോണ്ട് ഫോം ചെയ്യുന്നു. ഇവിടെ എന്തില്ല, ബോണ്ടില്ല. അപ്പോൾ അവിടെ എന്തായിട്ട് വരും, ഒരു വേക്കൻറ്റ് സ്പേസ് വരും അല്ലേ. ഈ വേക്കൻറ്റ് സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാർജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹോളിൻ്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനകത്ത് മെജോറിറ്റി ചാർജ് കാരിയർ. ഈ ചാർജ് കാരിയർ എന്ന് വെച്ചാൽ എന്താ, ചാർജിനെ ക്യാരി ചെയ്യുന്നതാണ് എന്ത്, ചാർജ് കാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെജോറിറ്റി ഉണ്ട്, മൈനോറിറ്റി ഉണ്ട്. അതൊക്കെ ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഹോൾ എക്സ്ട്രാ വരും. ഓക്കെ, ഒരു ഹോൾ എക്സ്ട്രാ വരും. അതുകൊണ്ട് തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ മെജോറിറ്റി ചാർജ് കാരിയർ എന്ന് പറയുമ്പോൾ ഹോൾസ് ആണ്. ഹോൾസ് കഴിഞ്ഞ് എന്തുള്ളൂ, ഇലക്ട്രോൺസ് ഉള്ളൂ. അപ്പം മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസും ആണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് വരുന്നത്. നമുക്ക് ഇനി അടുത്ത എൻ ടൈപ്പ് എന്താണെന്ന് നോക്കാം. നോക്കിയേ, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്മൾ പി ടൈപ്പിൽ ട്രൈവാലൻ്റ് ആണെങ്കിൽ ഇവിടെ വരുന്നത് പെൻഡാവാലൻ്റ് ആണ്. പെൻഡാവാലൻ്റ് എന്ന് വെച്ചാൽ വാലൻസി 5 ആണ്. വാലൻസി 5 ആയിട്ടുള്ള വാലൻസി 5 വരുന്ന ആറ്റംസ് ആണ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ആണ് നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഡോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് നോക്കാം, പെൻഡാവാലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാലൻസി 5 ആയിട്ടുള്ള കുറച്ച് ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഫോസ്ഫറസ് ഉണ്ട്, അഴ്സനിക് ഉണ്ട്, ആൻറ്റിമണി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ ഫോസ്ഫറസ്, അഴ്സനിക്, ആൻറ്റിമണി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ പെൻഡാവാലൻ്റ് എന്ന് വെച്ചാൽ എന്താ, ആറ്റം ഹാസ് 5 വാലൻസ് ഇലക്ട്രോൺസ്. 5 ഇലക്ട്രോൺസ് വാലൻസി കാണും. ഇനി 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ബോണ്ട് ഫോം ചെയ്യും. 5 ഇലക്ട്രോൺസിൽ 4 ഇലക്ട്രോൺസ് ബോണ്ട് ഫോം ചെയ്യും. പക്ഷേ ഒരു ഇലക്ട്രോൺ എന്ത് പറ്റും, ഒരു ഇലക്ട്രോൺ അവിടെ റിമൈൻ ചെയ്യും അല്ലേ. ബോണ്ട് ഫോം ചെയ്യാൻ പറ്റാതെ അവിടെ ഒരു എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയേ, 5 ഇലക്ട്രോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തെ എന്താണ്, 4 എണ്ണം എന്ത് ചെയ്യുന്നു, ബോണ്ട് ഫോം ചെയ്യും. ഈ 5ാമത്തേന് എന്തില്ല, അവിടെ ബോണ്ട് ഫോം ചെയ്യാൻ ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ തവണ ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്തും ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലെ മെജോറിറ്റി ചാർജ് കാരിയർ എന്ന് വെച്ചാൽ ഇലക്ട്രോൺസും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹോൾസും ആണ്. അപ്പോൾ പി ടൈപ്പിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എൻ ടൈപ്പിൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഫിഗറോട് നോക്കാം. ഫസ്റ്റ് നമ്മൾ പി ടൈപ്പിൻ്റെ ഫിഗർ നോക്കാം. അപ്പോൾ പി ടൈപ്പിൻ്റെ കേസ് നോക്കിയേ, ഇവിടെ നോക്കിയേ, ഈ +4 എന്ന് പറയുന്നില്ല നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ആണ്. ഈ +3 എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. പക്ഷെ ഇവിടെ ബോണ്ട് ഫോം ചെയ്യാൻ എന്തില്ല, ഇലക്ട്രോൺ ഒരാളില്ല. അപ്പോൾ അവിടെ എന്തുണ്ടായി, ഒരു ഹോൾ ഉണ്ടായി. ആ ഹോളാണ് എന്ത്, പി ടൈപ്പിലെ മെജോറിറ്റി ചാർജ് കാരിയർ എന്ന് പറയുന്നത്. നമുക്കിനി എൻ ടൈപ്പ് നോക്കാം.
എൻ ടൈപ്പ് ആകുമ്പോൾ നോക്കിയേ +4 എന്ന് പറഞ്ഞാൽ എന്താണ്, സെമി കണ്ടക്ടേഴ്സ് അല്ലേ. 5 + 5 എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ നമ്മൾ ഡോപ്പ് ചെയ്ത പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഫോം ചെയ്തു, ഇവിടെ ഫോം ചെയ്തു, ഇവിടെ ഫോം ചെയ്തു. പക്ഷെ ഒരു ഇലക്ട്രോൺ എന്താണ് അവിടെ വേക്കൻ്റ് ആയിട്ട് എക്സ്ട്രാ ആയിട്ട് വരികയാണ്. വേക്കൻ്റ് അല്ല, എക്സ്ട്രാ ആയിട്ടൊരു ഇലക്ട്രോൺ വരികയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ എന്താ, അവിടെ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് അവിടെ മെജോറിറ്റി ചാർജ് കാരിയർ ആയിട്ട് എൻ ടൈപ്പിൽ വരുന്നു, മൈനോറിറ്റി ആയിട്ട് ഹോൾസ് വരുന്നു. അപ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് PSC ഫാക്ട്സ് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ, പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹോൾ എന്ന് വെച്ചാൽ എന്താ, ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ, അതേപോലെ അതിൻ്റെ ചാർജ് എന്താ, പോസിറ്റീവ് ആണ്. ഇനി സിലിക്കോൺ ഹാസ് 4 വാലൻസ് ഇലക്ട്രോൺ, സിലിക്കോണിന് 4 വാലൻസി ഉള്ളത്, ജർമേനിയത്തിലും 4 ഉള്ളത്. അപ്പം അടുത്തതെന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഒരു കമ്പാരിസൺ നടത്തുകയാണെ, എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കമ്പാരിസൺ ഇൻ ദ ടേംസ് ഓഫ് കണ്ടക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ എൻ ടൈപ്പിനാണ് എന്ത്, കണ്ടക്ടിവിറ്റി കൂടുതൽ കമ്പയർഡ് ടു പി ടൈപ്പ്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും എടുത്താൽ അവിടെ എന്താണ്, എൻ ടൈപ്പിനാണ് കണ്ടക്ടിവിറ്റി കൂടുതൽ. ഇനി നോക്കിയേ, സെമി കണ്ടക്ടർ റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. നമുക്ക് ഏതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, സെമി കണ്ടക്ടറിന് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ, കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവ്. ആ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരുന്നു. ഓക്കെ, നമ്മൾ എക്സ്ട്രാ 2 പോയിന്റുകൾ നമുക്ക് പറയാം. പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ ഡോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ CCയിൽ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാവരും CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ആപ്പിൽ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ ഫ്രീ ക്വിസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.